പറഞ്ഞാൽ ഒരു പേപ്പർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫെലോ വർക്കേഴ്സിനെ, കോ വർക്കേഴ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ അവരോട് നമ്മൾ ചോദിക്കണം. അത് ചോദിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളോടാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളെ വെറുതെ സന്തോഷിപ്പിക്കുന്ന ആളോ മുഖസ്തുതി പറയുന്ന ഒരാളല്ല. നമ്മളോട് ചോദിച്ചാൽ അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പറയും. എന്തൊക്കെയാണ് അതിന്റെ അതിൽ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫീഡ്ബാക്കിന് ഏതാണോ രൂപത്തിലത് ചിലപ്പോൾ ആ ഓഡിയൻസിനോട് തന്നെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും. നമ്മൾ കുറെ സംസാരിച്ച ശേഷമായിരിക്കും ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ബോധ്യപ്പെടാൻ ഞാൻ പറഞ്ഞതൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. ആസ്കിങ് ക്വസ്റ്റ്യൻസ് അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. പിന്നെ ബി റെഡി ടു കറക്റ്റ് ഓൺ ദ ബേസ് ഓഫ് ഫീഡ്ബാക്ക്. നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ ഞാൻ ഇൽമിന്റെ പ്രാധാന്യം. നമ്മുടെ ക്ലബിന്റെ ഇതിന്റെ പേരെന്താണ്? ലീഡേഴ്സ് ആർ ലീഡേഴ്സ്. സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് വായന എന്ന് പറയുന്നത്. അവിടെ വലിയൊരു പ്രശ്നം എന്താണ്? സ്ക്രീൻ റീഡിങ്ങിലേക്ക് നമ്മൾ മാറിയതാണ്. ബുക്ക് റീഡിങ് നമ്മൾ വളരെ കുറഞ്ഞു പോയി. സ്ക്രീൻ റീഡിങ്ങിനെ നമുക്ക് ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ബുക്ക് റീഡിങ്ങിന്റെ ഇമ്പാക്ട് അതേ അളവിൽ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ സ്ക്രീൻ റീഡിങ്ങിന് സാധിക്കില്ല. അതൊരു സത്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ബുക്ക് റീഡിങ്ങിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ശീലിക്കരുത്. പരമാവധി കിട്ടാവുന്നിടത്തോളം പുസ്തകങ്ങൾ സംഘടിപ്പിക്കുക, വീട്ടിലൊരു ഹോം ലൈബ്രറി ഉണ്ടാക്കുക, നാട്ടിലുള്ള ലൈബ്രറികളെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക. സമയം കുറവാണ്. നിങ്ങൾ ജസ്റ്റ് ഇതുകൊണ്ട് കിട്ടാവുന്ന ഗുണങ്ങൾ 10 ഗുണങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പ്രമുഖനായ ചിന്തകനോട്, വായിച്ചുകൊണ്ടേയിരുന്ന ഒരാളോട് നിങ്ങൾ എന്താ ഇങ്ങനെ ഇത്രയും സമയം വായിക്കുന്നു ചോദിച്ചപ്പോൾ അധ്യാപകനായ അദ്ദേഹം പറഞ്ഞ മറുപടി, മൈ സ്റ്റുഡൻസ് ഹാവ് ടു ഡ്രിങ്ക് നോട്ട് ഫ്രം സ്റ്റാഗ്നന്റ് പോണ്ട് ബട്ട് ഫ്രം എ ഫ്ലോയിങ് സ്ട്രീം. എൻ്റെ കുട്ടികൾ കുടിക്കേണ്ടത് കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളമല്ല, ഒഴുകുന്ന അരുവിയിലെ വെള്ളമാണ്. അപ്ഡേറ്റ് ചെയ്യാത്ത ഒരാള് സ്റ്റാഗ്നന്റ് പോണ്ടിലെ മട്ടി വാട്ടറാണ്. എന്നാൽ നിരന്തരമായി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാൾ ഇസ് ലൈക്ക് ദ പ്യൂർ വാട്ടർ ഓഫ് എ ഫ്ലോയിങ് സ്ട്രീം. നമ്മൾ അങ്ങനെയാണ് ഏത് കാര്യത്തിലും. അപ്പോൾ നമ്മുടെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയ കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം ചിലപ്പോൾ എന്നോട് സുഹൃത്ത് സൂചിപ്പിച്ച് ഞാൻ കുവൈത്ത് പോയപ്പോൾ ഞാൻ RICയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി തൊട്ടുടനെയാണ് എനിക്ക് കുവൈത്തിൽ ജോലി കിട്ടിയത്. പക്ഷെ കഴിഞ്ഞ മാസം ഞാൻ അവിടെ പഠിച്ചത് ഈ മാസം ഇവിടെ അപ്ലിക്കബിൾ അല്ല. കാരണം അത്രയേറെ മറ്റേത് ഔട്ട്ഡേറ്റഡ് ആയി പോയി. ഇവിടെ അപ്ഡേഷൻ നടന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അപ്ഡേറ്റഡ് ആവുക എന്നത് വളരെ പ്രാധാന്യമാണ്. നമുക്കൊക്കെ അറിയാം, കോളേജിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്ന പല പ്രൊഫസർമാരും have been dealing this paper for last 25 years എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ. എന്നിട്ട് എങ്ങനെയാണോ പണ്ട് പഠിപ്പിച്ച പഴയ നോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും, മഞ്ഞ നിറമൊക്കെ ആയിട്ടില്ല. അതിനപ്പുറത്തേക്ക് പുതിയതൊന്നും പഠിക്കാതെ അവർ കുട്ടികളെ നശിപ്പിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് ഈ അപ്ഡേഷൻ എന്നുള്ളതും ഇൻക്രീസിംഗ് നോളജ് എന്നുള്ളതും അതേപോലെ തന്നെ എന്റർടൈൻമെന്റ്, ഈ തലങ്ങളെല്ലാം വായനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വഹി എന്താണ്? വലിയൊരു ആശയം അടങ്ങിയിട്ടുണ്ട്. സൃഷ്ടിച്ചവനായ രക്ഷിതാവിന്റെ നാമത്തിൽ വായന ആരംഭിക്കുന്നതാണ്. അതിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം ആശയം അടങ്ങിയിരിക്കണം. എന്തിനാകണം പഠനം, ഏതിലൂടെയാണ് പഠനം പോകേണ്ടത്, ഒരു വലിയ തലമാണ്. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമുമായി ബന്ധപ്പെട്ടിട്ട് 2 തലങ്ങളുണ്ട്. ഇൽമു ശർഈ, അതുപോലെ ഇൽമു ഹയാത്തി എന്ന് പറയും. ആ ഇൽമു ശർഈ എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായിട്ട് 2 തരമുണ്ട്. ഉലൂമുൽ അസാസിയ, അതുപോലെ ഉലൂമുൽ ആലിയ എന്ന് പറയും. ഇതെല്ലാം ബേസിക്കലി മനുഷ്യനെ അല്ലാഹുവിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാ അറിവുകളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശരി, പിന്നെ നമ്മളൊരു പ്രഭാഷകനായി, ഒരു പ്രബോധകനായി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ന വ്യക്തിയുടെ വ്യക്തിത്വം വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന പണി എന്തിനു വേണ്ടിയാണ്? ഖുർആനിൽ നമുക്ക് കാണാം, പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിടത്ത് സൂറത്ത് ഷൂറയിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? നബിമാരുടെ സമൂഹത്തോട് പറഞ്ഞത്, ഇന്നീലക്കും നാസിഹുൻ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ
റബ്ബുൽ ആലമീൻ. നിങ്ങളോട് ഒരു പ്രതിഫലം ചോദിക്കുന്നില്ല, എന്റെ പ്രതിഫലം ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബിലാണ്. അപ്പോ ഇത് റബ്ബിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന നിലക്ക് അള്ളാഹുവിന്റെ മുമ്പിലുള്ള സമർപ്പണം, അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മുടെ വാക്കു പ്രവൃത്തി വലിയ സ്വാധീനം ചെലുത്തും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ അവിടെ വർക്ക് ചെയ്തിരുന്ന ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കൂടെ സംഘടന പ്രവർത്തിക്കാൻ എനിക്ക് കുറച്ചു കാലം അനുഭവമുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ കാരണമായി പറഞ്ഞത് ഒരു പ്രസവം കേട്ടാൽ ഒരു ബുക്ക് വായിച്ചാൽ. പിന്നെ അദ്ദേഹത്തിന്റെ സെക്ഷനിലെ സൂപ്പർവൈസറായിരുന്ന സൂപ്രണ്ടായിരുന്ന ബഹുമാന്യനായ ഒരു വ്യക്തി ആ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫണ്ട് ഡീൽ ചെയ്യുന്നതിൽ കാണിച്ച ഒരു സൂക്ഷ്മതയാണ് ആ സഹോദരനെ ഇസ്ലാമിലേക്ക് എത്തിച്ചതാണ്. എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പൈസ കൈകാര്യം ചെയ്യുന്നിടത്ത് ഈ സൂക്ഷ്മത കാണിക്കാൻ കാരണം? അത് പഠിച്ചിട്ടാണ് പിന്നെ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ക്രിസ്തുമതത്തെ ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വരാൻ കാരണമായതെന്ന് പറഞ്ഞ അനുഭവം ഞാൻ ഓർക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ പ്രഭാഷണം എന്നതിനേക്കാൾ ഉപരി വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റി, നമ്മുടെ ഡീലിങ്സ്. പിന്നെ കീപ് അവേ ഫ്രം യൂവേഴ്സ്, എല്ലാ തിന്മകളൊന്നും വിട്ടുനിൽക്കും. പ്രബോധകന്റെ ഗുണങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്നതാണ് സൂറത്ത് മുദ്ദത്തിലുള്ള ആദ്യ ഭാഗത്തുള്ള ആയത്തുകൾ. നമുക്കറിയാം ആയത്തിന്റെ സബബ് നുസൂൽ. ആദ്യ ഭാഗം സൂറത്ത് അലക്കിൽ ആയത്തിറങ്ങി, പിന്നെ കുറച്ചു കാലത്തേക്ക് വഴിയില്ല, സൂറത്ത് ദുഃഖിതനായി.